ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളിലെ നല്ല നല്ല മൊമെൻറ്റുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു ചെറിയ വ്ളോഗാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തേർഡ് ഇയർ കോളേജ് വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഞങ്ങളുടെ കോളേജ് കാലമൊക്കെ അവസാനിക്കാൻ പോവാണ്. നാളെയാണ് ഫെയർവെല്ല്. അപ്പോൾ ഇന്ന് അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലാണ്. എല്ലാവരും ക്ലാസ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ബോർഡിൽ കാലിഗ്രഫിയിൽ ഫെയർവെൽ എന്നൊക്കെ എഴുതി കൊടുക്കാമെന്ന്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഡെക്കറേറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. LED ലൈറ്റ് ഇതുപോലെ കെട്ടി വെച്ചിട്ട് പോളറോയിഡ്സ് റിബൺ വെച്ച് തൂക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഇങ്ങനെയാട്ടോ ഞാൻ ഫെയർവെൽ എന്ന് എഴുതിയത്. ഓവറോൾ ക്ലാസ്സിൻ്റെ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഫെയർവെൽ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം മിസ്സുമാർ പറഞ്ഞു, പിന്നെ ഞങ്ങളെല്ലാവരും വന്ന് സംസാരിച്ചു. ഫെയർവെൽ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഒരു വീഡിയോ കാണിക്കാനുണ്ടായിരുന്നു. ആ വീഡിയോ എഡിറ്റ് ചെയ്തത് ഞാനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. എല്ലാവരുടെയും റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവർക്കും അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ആദ്യം ഇത് എഡിറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെയും റിയാക്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു മൊമെൻ്റ് തന്നെയാണ്. ഫെയർവെല്ലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. ഇത് അടുത്ത ദിവസമാണ്. ഞങ്ങളുടെ ക്ലാസ് എല്ലാം കംപ്ലീറ്റായി. ഇനി ക്ലാസ് ഒന്നുമില്ല. ഇനി എക്സാമാണുള്ളത്. മാർച്ച് 10-ാം തീയതിയാണ് ഞങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പോൾ ഇനി ഏകദേശം ഒരു 15 ദിവസമാണ് ടൈമുള്ളൂ. അപ്പോൾ ഇനി ഈ 15 ദിവസം വരുന്ന പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു പ്ലാൻ ചെയ്യാം. ഒരു പ്ലാനർ പോലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കണം എന്നൊരു തോന്നലൊക്കെ വരുമല്ലോ. ഇത്രയും ദിവസം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റാറില്ല. പക്ഷേ ഇത് ഫൈനൽ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നന്നായിട്ടിരുന്ന് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ജേണൽ പോലെ എഴുതാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് 5 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. പക്ഷേ കോളേജ് ആയതുകൊണ്ട് ഈ 5 സബ്ജക്റ്റാണ് ഉള്ളൂവെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ് ഫസ്റ്റ് ഇൻറ്റേർണലിൻ്റെയും സെക്കൻഡ് ഇൻറ്റേർണലിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ആദ്യം പഠിച്ച് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ കഴിയും. പിന്നെ ബാക്കി വരുന്ന ടോപ്പിക്സ് അത് കഴിഞ്ഞ് പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ 2 ദിവസം വെച്ച് ഒരു സബ്ജക്റ്റ് തീർക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. ഇങ്ങനെ തന്നെ ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുമെന്ന് അറിയില്ല. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്. പിന്നെ പഠിച്ച് വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഓരോ എക്സാമിൻ്റെ ഇടയിലും ഒരു ദിവസം ടൈമാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് എക്സാമിന് ഒരു 2-3 ദിവസം കൊടുത്തിട്ട് ബാക്കി എല്ലാ സബ്ജക്റ്റിനും 2 ദിവസം വെച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഫെയർവെല്ല് ടൈമിൽ ഞങ്ങൾ ഏകദേശം ഒരു 200ഓളം പോളറോയിഡ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ആവശ്യമുള്ള പോളറോയിഡ്സ് എടുത്തോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും പിന്നെ എൻ്റെ ക്ലാസ്സിലുള്ളവരുടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കോളേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എങ്ങനെയും ഈ 3 വർഷം അത് കംപ്ലീറ്റ് ചെയ്താൽ മതി അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര മടുപ്പായിരുന്നു. പക്ഷേ അവസാനമൊക്കെ ആയപ്പോഴാണ് കോളേജ് ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയതും എല്ലാവരുമായിട്ടും നല്ല ബോണ്ടിങ് ഒക്കെ വന്നത്. എൻ്റെ പഠന കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത് കോളേജിൽ തന്നെയായിരിക്കും. അതുപോലെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നല്ല യൂണിറ്റി ഉള്ളവരായിരുന്നു. അവരൊക്കെ ഇനി നല്ല രീതിയിൽ മിസ് ചെയ്യും. ഇനി എക്സാം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റായി. കുറേ നാൾ മുമ്പ് വീട്ടിൽ കുറച്ച് വളവും അതുപോലെ പൂവിൻ്റെ വിത്തുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്നാ അതൊന്ന് നട്ടേക്കാം, കുറേ ആയില്ല ഇവിടെ ഇരിക്കണമെന്നൊക്കെ ഓർത്തിട്ട്. കുറേ നാൾ മുമ്പ് നമ്മൾ നല്ല രീതിയിൽ ചെടി വളർത്താറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് അതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ ഇനി അതിലൊക്കെ ഇനി ഫോക്കസ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മണ്ണൊക്കെ വളമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വിത്ത് കുറച്ച് നാളായി മേടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരുമോ എന്നൊരു ചെറിയ സംശയമുണ്ട്. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ മിക്ക വീടുകളിൽ ഞാൻ കാണാറുണ്ട് പല നിറത്തിൽ ബൊഗെയിൻവില്ലകൾ ഇങ്ങനെ ഉണ്ടായിരിക്കണത്.
അപ്പോൾ അതുപോലെ ഒരെണ്ണം ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട്. എക്സാമൊക്കെ കഴിയുമ്പോഴേക്കും അതൊക്കെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇനി കുറച്ചധികം നാളുകളേക്ക് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് എക്സാമാണ്. 10-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞാൽ ഏപ്രിൽ പകുതി ആകുമ്പോഴേക്കുമാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുള്ളൂ. പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയി വരുമ്പോഴേക്കും ഏപ്രിൽ പകുതിയാവും. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴെപ്പോഴും വീഡിയോസൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനിയൊരു 1.5 മാസം കഴിഞ്ഞിട്ടേ വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഷോർട്സായിട്ടൊക്കെ ഞാൻ ഇടാൻ പറ്റുമോ എന്ന് നോക്കാം. എനിക്ക് ചെടി നടാനൊക്കെ പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് പരിസ്ഥിതി ദിനത്തിന് ഓരോ തൈയൊക്കെ കിട്ടും. അപ്പോൾ ഞാനത് വീട്ടിൽ വന്നിട്ട് നടുകയൊക്കെ ചെയ്യായിരുന്നു. അതിൽ ഒരു തൈ നല്ല രീതിയിൽ വളർന്ന് മരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക മരമായിരുന്നു അത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ മുറിച്ച് കളഞ്ഞു. അത് ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലായിരുന്നു അതൊക്കെ ഞാൻ നട്ടത്. പിന്നെ ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ മരമൊന്നും നടാനുള്ളൊരു സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അതിനൊന്നും നോക്കാനൊന്നുള്ള സമയമില്ല. ഇനി മുതൽ വേണം ചെടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ എൻ്റെ പ്ലാനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുമെന്ന്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ ഒരു 2-3 സബ്ജക്റ്റൊക്കെ 3-4 മണിക്കൂറൊക്കെ വെച്ചിരുന്ന് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ ബോറടിക്കില്ലല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കൂടി പഠിക്കുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവും ആവും. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അനിയത്തിയും അമ്മായും കൂടെ കൂടിയിട്ട് ഒരു പുഡിങ്ങൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നേരെ ചെന്നൊരു വീഡിയോ ഒക്കെ എടുത്തു. രാത്രി ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കസിൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് ചിക്കൻ പൊരിക്കണ പരിപാടിയൊക്കെ എനിക്കാണുള്ളത്. ഞാനാണ് വീട്ടിൽ മിക്കവാറും ഇതൊക്കെ ചെയ്യണത്. എനിക്കിത് ചെയ്യാനും ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലുള്ളത്. കുറേ ദിവസത്തെ നല്ല നല്ല മൊമെൻറ്റുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു ചെറിയ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.